ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സജിൽ. ഞാനിന്ന് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നൊരു അവധി ദിവസം കിട്ടിയപ്പോൾ എല്ലാവരുമായിട്ട് പോകുന്നതാണ് ഞാൻ. അപ്പോൾ കൊല്ലങ്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കേരളത്തിലെ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം തന്നെ. പച്ചപ്പും കൃഷിയും പാടവും അങ്ങനെയുള്ള ഒരുപാട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പൊള്ളാച്ചി റൂട്ടിൽ, വടക്കുംചേരി പൊള്ളാച്ചി റൂട്ടിൽ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലം, ചിന്നഞ്ചിറ. കൊല്ലങ്കോട് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, റൈറ്റിലോട്ട് ഉള്ളൊരു വഴി കാണാം. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് വന്നാൽ പത്തായപ്പുര എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ ഈ പത്തായപ്പുരയുടെ അവിടെ നമ്മുടെ സീതാർകുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നെല്ലിയാമ്പതിയുടെ ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ മലനിരകൾ കാണുന്നത് നമ്മുടെ നെല്ലിയാമ്പതിയാണ്. അതിൻ്റെ അടിവാരമാണ് ശരിക്കും ഇത്, സീതാർകുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു പത്തായപ്പുരയുണ്ട്, ഒരു പ്രകൃതി ക്ഷേത്രമുണ്ട്. അത് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ കളിയാട്ടം സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രകൃതി ക്ഷേത്രമുണ്ട്. അങ്ങനെ 3 സ്ഥലമാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരിക. മഴക്കാലമൊക്കെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു പച്ചപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ നടക്കാം പാടത്തിൻ്റെ വരമ്പത്തൂടെയൊക്കെ. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കൃഷിയില്ലാത്ത കാരണം കൊണ്ട് എല്ലാവരും പാലക്കാടാണ് നൊസ്റ്റാൾജിയായിട്ട് പോണത്. പിന്നെ വരുന്നവരെല്ലാവരും നമ്മുടെ സ്ഥിരം പറയുന്ന പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുക, ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പാലക്കാട് വരുന്നവർ ഇതൊക്കെ കാണുക. നിങ്ങൾക്ക് പാലക്കാടിൻ്റെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.